ഹലോ, ഗുഡ് ഈവനിങ്. സുഖമാണല്ലോ എല്ലാവർക്കും. ഇന്ന് കുറച്ച് ലേറ്റായി വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഒരു മഴക്കാരും ഇതൊക്കെ ഉണ്ട്. നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ? അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊരാശ്വാസമാണല്ലോ ഈ മഴ, ഈ ചൂടത്തെ ഒരാശ്വാസമല്ലേ. ഇന്നേ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ വിഷമങ്ങൾ കുറേയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, സംസാരിച്ചു, ഷെയർ ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മളിപ്പോൾ ഒരു ബന്ധം, അതായത് ആര് തമ്മിലുള്ള ബന്ധമായാലും, ഭാര്യ ഭർത്താവായാലും, അച്ഛനും മക്കളായാലും, അല്ല അമ്മയും മക്കളുമായാലും, സിസ്റ്റർ ബ്രദറായാലും, ആര് തമ്മിലുള്ളതായിക്കോട്ടെ, അപ്പോൾ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അത് മൂന്നാമതൊരാളെടുത്ത് ആ ബന്ധത്തിൽ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ ആ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ മൂന്നാമതൊരാളെടുത്ത് ഷെയർ ചെയ്യാതിരിക്കുകയാണ് നല്ലത്, അല്ലേ? എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടാ. എപ്പോഴാണോ ഈ രണ്ട് വ്യക്തികൾക്കുള്ളിൽ ഈ മൂന്നാമതൊരാൾ കടന്നു വരുന്നത്, അപ്പോഴാണ് ആ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുക, അല്ലേ? അല്ലെങ്കിൽ മൂന്നാമതൊരാൾ കടന്നു വരുമ്പോഴാണ് എല്ലാ ബന്ധങ്ങളും ഒലച്ചിൽ തട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ആത്മാർത്ഥത ഉണ്ട്, ആ വ്യക്തിയുമായിട്ട് ഇനിയും ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ആ മൂന്നാമതൊരാളുടെ വാക്ക് കേൾക്കാതിരിക്കുക. എത്ര പ്രിയപ്പെട്ടവരായിക്കോട്ടെ. പിന്നെ ഇപ്പോൾ പല ബന്ധങ്ങളുണ്ടല്ലോ, മൂന്നാമത്തെ വ്യക്തിബന്ധങ്ങൾ, അല്ലേ? അങ്ങനെ വിളിക്കാലോ നമുക്ക്. അതായത് രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പോരായ്മ കൊണ്ടോ, അല്ലെങ്കിൽ അതിലുള്ള സമാധാനക്കേട് കൊണ്ടോ, അതല്ലേ ഇപ്പോൾ എല്ലാവരും പറയണ ഒരു കാര്യമുണ്ട്, സന്തോഷം കിട്ടാൻ പോണോ, സമാധാനം കിട്ടാൻ പോണോ, എന്തൊക്കെയോ കൂടുതൽ എക്സ്പ്ലനേഷനും ഡെഫിനിഷനും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അല്ലേ? മൂന്നാമതൊരു ബന്ധം കണ്ടെത്തുന്നതിന് കൂടുള്ള വ്യക്തിയേക്കാൾ കൂടുതൽ സമാധാനം മറ്റുള്ളവർ നൽകുന്നു, അതുകൊണ്ട് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കണം. അതെന്താവട്ടെ, അത് അങ്ങനെ ആ സൈഡിലിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾക്ക് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ മൂന്നാമതൊരാളെ അതിൽ ഇടപെടുത്താതിരിക്കുക. രണ്ട് പേരും തമ്മിൽ എന്ത് പ്രശ്നങ്ങളായാലും രണ്ട് പേര് തമ്മിൽ പറഞ്ഞ് തീർക്കാൻ പറ്റാവുന്നതല്ലേ അവർ തമ്മിൽ ഉണ്ടാവുള്ളൂ, അല്ലേ? മൂന്നാമത്തെ ഒരു വ്യക്തി പറയുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ മാറി, അതിനുള്ള എക്സ്പ്ലനേഷൻ മാറി, എല്ലാം വേറെ രീതിയിലായിരിക്കും, അയാളുടെ വ്യാഖ്യാനം കൂടെ ചേർത്തിട്ടായിരിക്കും, അല്ലേ? അപ്പോൾ അതിലും നല്ലത് നമ്മൾ തന്നെ പരസ്പരം ഇരുന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർക്കുക. അല്ലെങ്കിൽ ഇതൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. അതായത് ബായ് പറഞ്ഞിട്ട് പിരിഞ്ഞേക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ പരസ്പരം ചെളി വാരി എറിഞ്ഞിട്ടോ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടോ, കാരണം പരസ്പരം ഒത്തുചേരാത്തത് കൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത് എത്ര സെറ്റിൽ ചെയ്താലും പിന്നെ അതിലെന്തെങ്കിലുമൊക്കെ കല്ല് കടിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിലും നല്ലത് രണ്ടും രണ്ടായിരിക്കുന്നതല്ലേ, അല്ലേ? സമാധാനം അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ അതൊരു ലാസ്റ്റ് ഓപ്ഷനാണ്, അതുവരെയൊക്കെ ഒന്ന് നോക്കാം. പിന്നെ അത് തന്നെയാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അല്ലെങ്കിൽ ഇപ്പോൾ പല ന്യൂസുകളും കേൾക്കുന്നുണ്ട്, ആ വഴിവിട്ട ബന്ധത്തിൻ്റെ പേരിൽ അവിടെ കൊന്നു ഇവിടെ കൊന്നു, ആ ഫോണിൽ മെസ്സേജ്. എന്തിനാ കൊല്ലാനും ചാവാനും ഒക്കെ നിൽക്കുന്നത്? നമുക്ക് ഇത് ശരിയായില്ല എന്ന് മനസ്സിലാവുമ്പോൾ ശരി കേട്ടോ, നിർത്താം, മതി എന്ന് പറയുന്നതല്ലേ നല്ലത്. പിന്നെ പെൺകുട്ടികളോടാണ്, പ്രത്യേകിച്ചും പെൺകുട്ടികളോടും ചില ആണുങ്ങളോടും പറയുന്നു. അതായത് നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ നിങ്ങളെ വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് കരുതി, അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ട് മറ്റൊരാളെ തേടി എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും
നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് പ്രഷ്യസ് ആണ്, മറ്റൊരാൾക്ക് പ്രഷ്യസ് അല്ലെങ്കിലും. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുക. പിന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങളത് മാത്രമാണെന്ന് ചിന്തിക്കുക. മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ ലൈഫ് സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അതെപ്പോഴും നമ്മളെ മനസ്സിലുണ്ടായിരിക്കുക. നമ്മളെ കൂടെ ഉള്ള ഒരു വ്യക്തി നമ്മളെ വേണ്ടാന്ന് വെച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ പോയി മരിക്കലല്ല അതിനുള്ളൊരു സൊല്യൂഷൻ. അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള വ്യക്തിക്ക് നമ്മളെ വേണ്ട എന്ന് കരുതി അയാളെ കൊല്ലലല്ല, അല്ലെങ്കിൽ അയാളെ ഇല്ലാതാക്കലല്ല അതിനുള്ളൊരു സൊല്യൂഷൻ. നമുക്ക് വേറെ ജീവിതമുണ്ട്. വേറെ ജീവിതം എന്ന് വെച്ചാൽ എന്താ, ഒറ്റയ്ക്ക് ജീവിച്ചാൽ ജീവിതമല്ലേ അത്? എത്രയോ നല്ല ജീവിതമാണ് അല്ലേ? ഈ ഒരു വിഴുപ്പുപാണ്ടും പേറി നടക്കുന്നതിലും എത്രയോ നല്ല ജീവിതമാണ് നമ്മളുടെ ജീവിതം. സ്വസ്ഥമായി ശരിക്കും എൻജോയ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ലോൺലിനെസ് ഇസ് ദ എന്താ പറയുക, ഇസ് ദ ബെസ്റ്റ് വേ ഓഫ് ഹാപ്പിനെസ് എന്നാണ് പറയുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ. എല്ലാവർക്കും അത് അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. അപ്പം അതിനുള്ള തൻ്റെ ഇടം എല്ലാവരും കാണിക്കുക. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാനും കാഴ്ചകൾ കാണാനും ഒറ്റയ്ക്കിരുന്ന് യാത്ര ചെയ്യാനും എല്ലാം. ഒരു അത് എന്തോ അതിനുള്ള തൻ്റെ ഇടം നമ്മൾ കാണിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഫെയിലായി പോകും ഇല്ലേ? നമുക്ക് ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. അത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി അടിയറ വെക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ? അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. ഹാവ് എ ഹാപ്പി ഈവനിങ്. ബൈ.